ഹലോ. അപ്പം ഇന്ന് നമ്മൾ ക്രോച്ചറ്റിൻ്റെ വേറൊരു വലിയൊരു ബീക്ക് ഭംഗി ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മൾ. സംഭവം ഇതെനിക്കൊരു നല്ല അസല് പണി കിട്ടിയൊരു പണിയായിരുന്നു. കാരണം ഞാൻ വഴിയെ പറയാം. അങ്ങനെ നമ്മുടെ ആയുധങ്ങളായ നൂലും ക്രോച്ചറ്റിൻ്റെ കുറച്ച് ഐറ്റംസും എടുത്തു. ഇതാണ് മക്കളെ വജ്രായുധം. ഇതുണ്ടെങ്കിലാണ് നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ നോക്കിയിട്ടാണ് നമുക്ക് എന്താണോ ഉണ്ടാക്കേണ്ടത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതൊരെണ്ണം അങ്ങോട്ട് തെറ്റോ ഇങ്ങോട്ട് തെറ്റോ ചെയ്താൽ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഷേപ്പ് മാറും, വേറെ ഏതോ ഒരു ഷേപ്പിലേക്ക് മാറും. ആദ്യം നമ്മൾ നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തും ഏത് സ്റ്റിച്ചാണ് എന്താണ് ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാണുന്നവർക്ക് എന്താ നൂലുകൊണ്ട് വെറുതെ ഉണ്ടാക്കുന്ന പരിപാടിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അതിൻ്റേതായിട്ടുള്ള എന്താ ദശ ഓരോ പണിക്ക് പിന്നെയും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അതിനനുസരിച്ച് ഈ പണിക്ക് ഏറ്റവും നമുക്ക് വേണ്ടതാണ് ക്ഷമ. എനിക്കൊട്ടില്ലാത്ത സാധനം അത് തന്നെയാണ്. പക്ഷെ ഇതിനിരുന്നേ പിന്നെ ഞാൻ ക്ഷമ നന്നായി പഠിച്ചു. അങ്ങനെ ദേ നമ്മൾ തുടങ്ങാൻ പോകുകയാണ്. ഈ വീഡിയോയിൽ കാണും ഓരോ ഡ്രസ്സും ഓരോ ഇതായിരിക്കും. കാരണം ഈ പല ദിവസങ്ങളിലായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഒരു കുഞ്ഞിപ്പാവ എന്നുള്ള രീതിയിലാണ് ഞാനത് ബിഗ് ബണ്ണിയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇത്രയും നൂല് പ്രതീക്ഷിച്ചില്ല. 2 ബണ്ടിൽ വലിയ നൂല് ഫുൾ എൻ്റെ കംപ്ലീറ്റായി. എനിക്ക് പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അതിൻ്റെ ചെവിയും കാലും കൈയും എത്തി വന്നപ്പോഴേക്കും നൂല് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ബോഡിയും തലയും വരാൻ ടൈം എടുത്തു. കാരണം നമുക്കത് ബോംബെന്ന് വരണം, അങ്ങ് ബോംബെയിൽ നിന്ന് കടന്ന് വരണം. 1 വീക്കിനുള്ളിലാണ് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയത്. പിന്നെയും അവിടെ നിന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വർക്കിൻ്റെ പകുതി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഒടുവിൽ ഞാനത് ഇന്നലെ ജോലി കംപ്ലീറ്റ് ചെയ്ത് ഞാനത് പാർസൽ ചെയ്തു. പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ആയത്തിൽ മതി ചേച്ചി, ആയത്തിൽ മതി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയെന്ന് മാത്രം. അങ്ങനെ നമ്മൾ 2 ചെവി വെച്ച് സംഭവം എന്നെയൊക്കെ വലിയ ചെവിയാണെന്നുണ്ടെങ്കിലും ബണ്ണിക്ക് വയ്ക്കും. പക്ഷേ എനിക്കത് ഉണ്ടാക്കിയപ്പോൾ ബണ്ണിയുടെ തല കുറച്ച് ഓവറായിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാറ്റേൺ അനുസരിച്ചുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2 ചെവി കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ് 2 കാലുകൾ. സംഭവം ഇതിനുപയോഗിക്കുന്ന നൂല് ഭയങ്കര സോഫ്റ്റായി കാരണം തൊടുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ നമ്മൾ 2 കാലുകൾ ഇതേവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ പാവയ്ക്ക് ഞാൻ 2 കൈകളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചെയ്തതിന് ക്ഷീണം കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി നെയ്റ്റിയിലേക്ക് മാറി. ഇത് പിറ്റത്തെ ഏതോ ഒരു ദിവസമാണ്. സംഭവം ഇത് ഞാൻ നൂലുണ്ടെങ്കിൽ ഒരു 3-4-5 ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ട പാവ. നൂലില്ലാത്ത കാരണം ഞാനൊരു 3 വീക്ക് എടുത്തിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. നൂല് വന്ന പിന്നെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ മിഞ്ഞാന്ന് നൂല് കിട്ടിയുള്ളൂ. അങ്ങനെ കുത്തുപണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റാണ്. ഇതാണ് നമ്മുടെ കൈകൾ. ഇനി ഞാനൊരു വാലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തല. ഇതാണ് മക്കളെ തല. ഇത് തലയുടെ പകുതി ഭാഗമായിട്ടായിരുന്നു. ഒടുവിലത്തെ ഇത് എനിക്ക് തൊപ്പിയായിട്ട് വരെ യൂസ് ചെയ്യാം. അങ്ങനെ ഞാനത് തലയായിട്ട് കൺവേർട്ട് ചെയ്തെടുത്തു. എങ്ങനെയുണ്ട് എൻ്റെ ജൂനിയർ മാൻഡ്രാക്ക്? ഇതല്ല മാൻഡ്രാക്ക്, ശരിക്കുള്ള മാൻഡ്രാക്കിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് മക്കളെ എൻ്റെ ജൂനിയർ മാൻഡ്രാക്ക്. എങ്ങനെയുണ്ട്? സുന്ദരനല്ലേ? ഇനി നമുക്കിതിന് 2 കാല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ക്യൂട്ടായിരിക്കും എൻ്റെ ബിഗ് ബണ്ണി. അങ്ങനെ നമ്മൾ കൈ, കാൽ, ചെവി കിടക്കും നമ്മുടെ ബിഗ് ബണ്ണി. എങ്ങനെയുണ്ട് എൻ്റെ ബിഗ് ബണ്ണി? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ ഉണ്ടാക്കി തരാം. കാശ് തരണമെന്ന് മാത്രം. അപ്പോൾ ടാറ്റാ.